രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക പീഡന കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴിയെടുക്കുന്നത്. സിജോ വി ജോൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, ഈ രഹസ്യമൊഴി എടുത്തു കഴിഞ്ഞിട്ടുണ്ടോ? നിലവിലത്തെ മറ്റു വിവരങ്ങൾ എന്താണ്? രാഹുലിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടോ? മറ്റു വിശദാംശങ്ങൾ. രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത് പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് നേമം പോലീസ് നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ് കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിന് അപേക്ഷ നൽകിയത്. അത് ഉച്ചയ്ക്ക് ശേഷം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് പൂർത്തിയായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. അതിനുശേഷമാണ് അവർ തന്നെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു കാര്യം അതിജീവിതയോട് പറയുന്നത്. അവർ അതിന് തയ്യാറാകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കോടതിയിലെത്തി ഒരു വനിതാ മജിസ്ട്രേറ്റ് ഈ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതിന്റെ മറ്റ് തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം വളരെ വേഗത്തിൽ തന്നെ കടക്കുകയും ചെയ്യുകയാണ്. ഇനി ഇതിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ മൊഴിയുണ്ട്, അതോടൊപ്പം തന്നെ ഇവർ നൽകിയിരിക്കുന്ന പരാതിയുണ്ട്, ഇതോടൊപ്പം നൽകിയിരിക്കുന്ന മറ്റ് തെളിവുകളുമുണ്ട്. അത് ഇതിന്റെ മെഡിക്കൽ രേഖകളാണ്. ഇവർ അബോർഷൻ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന രേഖകളാണ്. ആ രേഖകൾ കൃത്യമായി പരിശോധിക്കുകയാണ്. ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ആ ഡോക്ടർമാരുടെ മൊഴിയെടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ അതിജീവതയും രാഹുൽ മാങ്കൂട്ടത്തിലും തന്നെ സംസാരിക്കുന്ന ഫോൺ സംഭാഷണങ്ങളുണ്ട്. ആ രേഖകളുടെ ആധികാരികത സംബന്ധിച്ചും പരിശോധനകളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പമാണ് ഈ കേസിലെ പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയായിട്ടുള്ള അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുന്നത്.